ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 38 എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഈശോയുടെ കൂടെ നടന്നവരുടെ എല്ലാം മനസ്സിൽ അവൻ ഒരു അധികാരിയായി, ആശ്വാസവാക്ക് നൽകുന്നവനായി, ഒരു രാജാവായി അവർ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആർത്ത് വിളിച്ച് സന്തോഷത്തോടെ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് മഹോന്നതനെന്ന്. അവർ ജയ്വിളികൾ നടത്തി അവനെ സ്വീകരിച്ചു. പരവതാനികൾ വിരിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. പക്ഷേ സ്വർഗവും ഈശോയുടെ ഹൃദയവും എല്ലാം നാളെ ഈ രാജവീതിയിലൂടെ കാൽവരിയിലേക്കുള്ള ഒരുക്കത്തിന്റെ യാത്ര പുറപ്പെടുകയായിരുന്നു. സഹനങ്ങൾ ഏറ്റെടുക്കാനും നിന്ദനങ്ങൾ ഏറ്റെടുക്കാനും ഹോസാന വിളികൾ നടത്തിയവരുടെ വായിൽ നിന്ന് തന്നെ അവരെ നിന്ദനത്തിന്റെ വാക്കുകൾ സ്വീകരിക്കാനും അവന്റെ ഹൃദയത്തെ അവൻ ഒരുക്കുകയായിരുന്നു. അവൻ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യം ഇതാണ്: സഹനത്തിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉയർപ്പുണ്ടെന്നും പ്രത്യാശയിലേക്കുള്ളൊരു യാത്രയാണെന്നും അവൻ പഠിപ്പിക്കുകയായിരുന്നു. ഹോസാന വിളികൾ നടത്തുമ്പോഴും നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട ഒരേ ഒരു ചിന്ത ഇതാണ്: സഹനങ്ങൾക്ക് ഉത്തരമുണ്ട്, സഹനങ്ങൾക്കൊരു ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. പ്രത്യാശയോടുകൂടി യാത്ര ചെയ്യുന്നവരാകുക. അവന്റെ ലക്ഷ്യം പിതാവിന്റെ വലതുഭാഗമായിരുന്നു. അതുകൊണ്ട് അവനെല്ലാം മറന്ന് ആ ഹോസാന വിളികളെക്കാളും പ്രാധാന്യം കൊടുത്തത് സ്വർഗത്തിന്റെ വിളിക്കായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഹോസാന നമുക്കൊരു അനുഗ്രഹമാകട്ടെ. നമ്മുടെ സഹനങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ടെന്നുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിക്കട്ടെ. ഈശോ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.